സ്കൂളിൽ നിന്നും തുള്ളിച്ചാടി വീട്ടിലോട്ട് എത്തിയ കുട്ടി അധ്യാപകൻ മടക്കിക്കൊടുത്ത ഒരു പത്രക്കടലാസ് എടുത്തുകൊണ്ട് അമ്മയ്ക്ക് നീട്ടിയിട്ട് പറയും, ഇതെന്റെ അധ്യാപകൻ അമ്മയ്ക്ക് തരാൻ പറഞ്ഞു തന്നതാണെന്ന്. ആ മടക്കി വെച്ച കടലാസ് കഷണം തുറന്നു വായിക്കുന്ന അമ്മയോട് മകൻ ചോദിക്കും, എന്താണ് അമ്മ അതിലെഴുതിയിരിക്കുന്നതെന്ന്. കുറിപ്പ് വായിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ നിറകണ്ണുകളോടെ ഉച്ചസ്വരത്തിൽ മകനോട് പറയും, അധ്യാപകൻ ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മകൻ പ്രതിഭാശാലിയാണ്. ഇത്രയും ചെറിയ സ്കൂളിൽ പഠിക്കേണ്ട കാര്യവുമില്ല. പ്രഗത്ഭരായ അധ്യാപകരും അതിനൊത്ത സാഹചര്യങ്ങളും ഇല്ലാത്തതിനാൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത് എന്ന് പറയും. നിറകണ്ണുകളോടെ ഹൃദയം പൊട്ടി അമ്മ സ്വന്തം മകനോട് പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പ്രായമാകാത്ത ചെറിയ കുട്ടി ചെറുപുഞ്ചിരിയോടുകൂടി വീണ്ടും കളി തുടങ്ങി. അങ്ങനെ ദശാബ്ദങ്ങൾ പിന്നിട്ടു. അമ്മ മകനെ വീട്ടിൽ തന്നെ ഇരുത്തി വിദ്യാഭ്യാസം നൽകി. കാലം കടന്നുപോയി. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു. ഇന്ന് ആ അമ്മ പഠിപ്പിച്ച് വളർത്തിയ ആ മകനാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന, ഇന്ന് ലോകത്തിന് തന്നെ പ്രകാശം നൽകുന്ന ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. പിന്നീട് ഒരിക്കൽ ഇദ്ദേഹം സ്വന്തം അമ്മയുടെ മുറി പരിശോധിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു കടലാസ് തുണ്ട് കിട്ടി. ആ കടലാസ് തുണ്ട് തുറന്നു നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലാവണത് അന്ന് സ്കൂളിൽ നിന്ന് അധ്യാപകൻ അമ്മയ്ക്ക് കൊടുക്കാൻ എഴുതി കൊടുത്തിരുന്ന ആ കടലാസ് തുണ്ടായിരുന്നത്. അതിൽ അധ്യാപകൻ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ മകന് മാനസിക വളർച്ചയില്ല, ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ യോഗ്യനല്ല എന്നായിരുന്നു. ഓരോ ബുദ്ധിമുട്ടുകളിലും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് തോമസ് ആൽവ എഡിസൺ എന്ന വ്യക്തി ഉണ്ടായത്. നമ്മൾ ഓരോ സാധ്യതയിൽ നിന്നും ബുദ്ധിമുട്ടുകളാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. മാറണം, ചിന്തകളാണ്